ഇപ്പോൾ എൻ വേണുഗോപാൽ കൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. വലിയ വിമർശനമാണ് താങ്കൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അത് അജയ് തറയിൽ വെച്ച നിർദ്ദേശമാണ് കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിക്കണം എന്നുള്ളത്. അതിനകത്ത് ഞാൻ ആ അഭിപ്രായം വേണ്ടെന്നുള്ളതായിരുന്നു. ഓരോരുത്തരെ ചോദിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് ഒരു ഭിന്ന കക്ഷികളാക്കേണ്ട, എല്ലാവരെയും കൂടി ഇത് ചെയ്തിട്ട് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോടായിരുന്നു എനിക്ക് അഭിപ്രായം. അപ്പൊ അജയൻ പറഞ്ഞു അതുപോരാ, ഓരോരുത്തരെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. സ്വതന്ത്രം നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊക്കെ പറയേണ്ട ജില്ലാ പ്രസിഡന്റാ പറയേണ്ടത്, ഞാനല്ല. താങ്കൾ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്താൻ ഗ്രൂപ്പ് മാനേജർമാർ ഇറങ്ങിയെന്നാണ് പറയുന്നത്. എന്നെ ഒഴിവാക്കി കേട്ടോ, എന്നെ ഒഴിവാക്കി. താങ്കൾ ഗ്രൂപ്പ് മാനേജർ അല്ല? അല്ല, ഞാനല്ല, ഞാൻ ഗ്രൂപ്പ് മാനേജറൊന്നുമല്ല. ഞാൻ എന്നെ ഒഴിവാക്കി നിങ്ങൾ. ഞാനിങ്ങനെ വഴിയിൽ കൂടി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഞാൻ നടക്കുന്നത് തന്നെ. ഒരു കാലത്ത് ചേട്ടൻ്റെയും ഈ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലേ ദിവസം ഞാൻ നിങ്ങളോട് ആരോടോ പറഞ്ഞു വഴിമാറി കൊടുത്തല്ലെന്ന്. അന്ന് വഴിമാറി കൊടുത്തല്ല, അന്ന് വോട്ട് ചെയ്ത് എനിക്ക് 17ഉം ടോണിക്ക് 23ഉം കിട്ടിയപ്പോൾ ടോണി മണ്ഡലവും ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, ഞാൻ KPCCയുടെ സീനിയർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചു, ഞാൻ മേയറല്ലാതായിപ്പോയില്ലേ. അത് സ്വാഭാവികമാണ്, ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. കോൺഗ്രസ്സുകാർ 39 പേരുണ്ടായിരുന്നു, ഞാൻ തന്നെ ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നത്. പക്ഷേ വോട്ടിനിട്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എടുത്തപ്പോഴത്തേക്കും എനിക്ക് 17ഓ 16ഓ കിട്ടി, 23 കിട്ടി. അതുകൊണ്ട് ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ട്? അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. തലേ ദിവസം രാത്രി കൗൺസിലർമാരെ വ്യാപകമായി വിളിച്ച് സമ്മർദ്ദപ്പെടുത്തുകയും ഇല്ല, ഞാൻ ഒരിടത്തും പോയിട്ടുമില്ല. ഞാൻ ഏത് ആളുകളുടെ മുന്നിലും എൻ്റെ ഫോണിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ കൗൺസിലിനകത്തൊക്കെ ഓരോരുത്തർക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെയും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ളൊരു പ്രോസസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്, VD സതീശൻ. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചു കൊണ്ടിട്ട് ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്കില്ല. പിന്നെ ഷിയാസ് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെട്ട ആളാണ്. ഒരു കാരണവശാലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാറുണ്ട്. ദീപ്തി ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ്. ദീപ്തി ഉന്നയിച്ച ആരോപണങ്ങൾ എനിക്കറിയില്ല എന്താണെന്ന്. അത് ഷിയാസ് പറയേണ്ടതാണ്. അത് അതൊക്കെ അജയൻ പറയുന്നതിനകത്ത് ഞാൻ അജയനുമായിട്ടൊരു കോൺട്രവേഴ്സിക്കൊന്നും തയ്യാറില്ല.